നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സാഹിത്യകാരിയായിട്ടുള്ള ഷഹനാസിന് എതിരെ ഇപ്പോഴിതാ തലങ്ങും വിലങ്ങും പോലീസ് കേസെടുത്തു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം അന്നേ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് മറ്റാര് പറഞ്ഞാലും എനിക്ക് ഇത്രയും വിരോധം അല്ലെങ്കിൽ വേദന തോന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന വ്യക്തി കൂടിയായിരുന്ന, ഞാൻ MLA ആവണമെന്ന് ഏറ്റവും കൂടുതലും ആഗ്രഹിച്ച, ഞാൻ MLA ആയപ്പോൾ എന്നെ വിളിച്ച് ആശംസകൾ നേർന്ന, ഞാൻ പാലക്കാട് ഇനിയും മത്സരിക്കണമെന്ന് പറഞ്ഞ, ആദ്യ അതിജീവിതയുടെ പരാതി വന്നപ്പോൾ നീ ധൈര്യപൂർവ്വം നീ മുന്നോട്ട് പോകണം, പോലീസ് കേസുമായി നീ മുന്നോട്ട് പോകണമെന്ന് എന്നോട് പറഞ്ഞ, വളരെ പ്രധാനപ്പെട്ട പല പരിപാടികളിലും എന്നെ ക്ഷണിച്ച ഒരു വ്യക്തിയായ ഷഹനാസ് പറഞ്ഞ ആരോപണങ്ങളോടാണ് തനിക്ക് ഏറ്റവും കൂടുതലും വേദന തോന്നിയത്, എനിക്ക് ഏറ്റവും കൂടുതലും ദേഷ്യം തോന്നിയത് എന്ന് അന്നേ രാഹുൽ മാങ്കൂട്ടം ഹാഷ്മിക്ക് നൽകിയ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സാഹിത്യ മീറ്റു എന്ന പേരിൽ പ്രശസ്തമായ കോഴിക്കോട്ടെ ലൈംഗിക ആരോപണ കേസിൽ കോടതിയുടെ നിർണായക ഇടപെടൽ വരികയാണ്. മീറ്റു ആരോപിതനായ എഴുത്തുകാരൻ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിൽ എഴുത്തുകാരെയും പ്രസാധകയുമൊക്കെയായ MA ഷഹനാസിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് വന്നിരിക്കുകയാണ്. കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കർശന നടപടി സ്വീകരിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ബേപ്പൂർ SHOയ്ക്ക് കോടതി മെമ്മോ അയക്കുകയും ചെയ്തിരുന്നു. അതായത് ഇവിടെ ഉയർന്നു വരുന്ന രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പറഞ്ഞ അവരുടെ ആവശ്യമടക്കമുള്ളവർ രാഹുൽ ഒപ്പം അതുപോലെ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ തുടങ്ങിയ നിരവധി ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അവർക്ക് വേണ്ടി കൂടി അല്ല എങ്കിലും ഈ നമ്മുടെ കേരളത്തിലെ എല്ലാ പുരുഷവർഗ്ഗങ്ങൾക്കും പുരുഷന്മാർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരാവശ്യമായിരുന്നു മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതുവഴി സ്ത്രീകളെ ദ്രോഹിക്കുവാനോ അല്ലെങ്കിൽ പുരുഷന്മാരെ തള്ളിപ്പറയാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു കമ്മീഷൻ കൊണ്ടുവരുന്നത്. പുരുഷന്മാരെ കൂടി കേൾക്കാനുള്ള ഒരു കമ്മീഷൻ, അതാവണം പുരുഷ കമ്മീഷൻ, അതാണ് പുരുഷ കമ്മീഷന്റെ ഉദ്ദേശം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ പുരുഷ കമ്മീഷന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ്, അതേ ഷഹനാസ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു പുരുഷനെതിരെ, ഒരു സാഹിത്യകാരനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ നിയമപരമല്ലാതെ, അതായത് അനധികൃതമായി ഇത്തരത്തിലുള്ള ആരോപണം നടത്തുന്നു, തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തി, അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ഷഹനാസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. നേരത്തെയും രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന ശാസ്താമംഗലം മജിത്ത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ്, അദ്ദേഹം വഴി ഒരു കേസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു, തന്നെ അപകീർത്തിപ്പെടുത്തുന്നു. അതായത് ഈ അഭിമുഖം വന്നതിന് ശേഷവും ഷഹനാസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഷഹനാസ് ഉപയോഗിച്ച വാക്കുകൾ, ആ വാക്കുകൾ എന്ന് പറയുന്നത് അത്രയും നീചനാണ് രാഹുൽ എന്നുള്ള രീതിയിൽ, അത്രയും ലൈംഗിക വൈകൃതമുള്ള ആളാണ് തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഹാഷ്മിക്ക് പറയാമായിരുന്നു, രാഹുലെ നീ ഇവിടെ ഇരുന്ന് അഭിമുഖം നടത്തുകയല്ല വേണ്ടത്, നിന്റെ ഈ അസുഖത്തിന് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ പോയി കാണുകയാണ് വേണ്ടത് എന്ന് ഹാഷ്മി പറയണമായിരുന്നു എന്ന് പോലും ഷഹനാസ് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വാക്കുകൾ ഷഹനാസ് ഉപയോഗിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടം 10 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും താൻ നിരവധി വീടുകൾ വെക്കുന്നുണ്ടെന്നും അതിന് ഈ ഒരു പണം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ തൊട്ട് പിന്നാലെ തന്നെ കോഴിക്കോട് കടാപ്പുറത്തിരുന്ന് ഈ കുമ്മള വിട്ട് കളിക്കുന്ന ഷഹനാസിന്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് പങ്കുവെച്ചത്. പിന്നീട് ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുമുള്ള പോസ്റ്റ് ഇടുകയോ കമന്റ് ഇടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുകൂടി വ്യക്തമാണ്. ഈ ഘട്ടത്തിലാണ് ഷഹനാസിനെതിരെ മറ്റൊരു കേസ് കൂടി വരുന്നത്. എന്തായാലും അപ്പോഴാണ് ഷഹനാസ് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകളിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും അതും അപകീർത്തിപ്പെടുത്താനുള്ള ആരോപണമല്ലേ, ഷഹനാസിന് ഇതൊരു സ്ഥിരം പണിയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കർശന നടപടി സ്വീകരിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ബേപ്പൂർ SHOയ്ക്ക് കോടതി മെമ്മോ അയക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 നടന്ന മീറ്റു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് VR സുധീഷ് കോടതിയെ സമീപിച്ചത്. 2025 ജൂണിൽ ഷഹനാസിനെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. തുടർന്ന് ഡിസംബർ 26-ന് ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചു. എന്നാൽ പ്രതി പോലീസിന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാത്ത സാഹചര്യത്തിലാണ് 2026 ഫെബ്രുവരി 5-ന് CIക്ക് കോടതി മെമ്മോ നൽകിയത്.
കേസുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാനാണ് തന്റെ തീരുമാനമെന്ന് VR സുധീഷ് വ്യക്തമാക്കി. തന്റെ സമൂഹ മാധ്യമത്തിന് ദോഷകരമാകും വിധമാണ് യുവതി പരാമർശം നടത്തിയിരിക്കുന്നത് എന്നും ഇത് പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നും സുധീഷ് ആവശ്യപ്പെട്ടിരുന്നു. നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുധീഷ് ഷഹനാസിന് വക്കീൽ നോട്ടീസും അയച്ചിരുന്നു. സുധീഷ് ആരോപിതനായത് എങ്ങനെയാണ്? ലൈംഗിക അതിക്രമവും മോശം പെരുമാറ്റവുമാണ് VR സുധീഷിനെതിരെ ഷഹനാസ് ആരോപിച്ചത്. പുസ്തക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി സുധീഷ് തന്നെ നിരന്തരം വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നുവെന്നും താൻ ഒറ്റയ്ക്ക് വരാൻ അദ്ദേഹം നിർബന്ധിച്ചിരുന്നതായും ഷഹനാസ് ആരോപിച്ചു. ഷഹനാസിന്റെ ചിത്രം അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സുധീഷിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയതായും ഷഹനാസ് ആരോപിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2022 ജൂണിൽ കോഴിക്കോട് വനിതാ പോലീസ് VR സുധീഷിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ IPC 354A, പിന്തുടർന്ന് ശല്യം ചെയ്യൽ IPSC 354D, ഭീഷണിപ്പെടുത്തൽ IPSC 506 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തത്. പിന്നീട് ഇദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. തന്റെ വെളിപ്പെടുത്തൽ ഒരു സാധാരണ മീറ്റു അല്ലെന്നും വർഷങ്ങളായി താൻ നേരിട്ട പീഡനത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമായിരുന്നു എന്നുമാണ് ഷഹനാസ് അന്ന് വിശദീകരിച്ചത്. ഇത് തന്റെ മാത്രം പ്രശ്നമല്ലെന്നും സാഹിത്യ പ്രസ്ഥാന മേഖലകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ ആണ് എന്നും അവർ പറയുന്നു. സുധീഷിനെതിരെ പരാതി നൽകിയതിനു ശേഷം തന്നെയും തന്റെ സ്ഥാപനമായ മക്ബത്ത് പബ്ലിക്കേഷനെയും തകർക്കാൻ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ മോശം പ്രചരണം നടക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചു. ഇത് തന്നെയാണ് മുതിർന്ന സാഹിത്യകാരൻ സിവിക് ചന്ദ്രനും കവി ജയദേവനും ആരോപണ വിധേയരായത്. സിവിക് ചന്ദ്രൻ അഡ്മിനായ നിലനടത്തം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന യുവതിയാണ് അതേ ഗ്രൂപ്പിൽ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത്. സിവിക് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ലൈംഗിക ബന്ധത്തിനായി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ആരോപണം. ഇതിന്റെ പേരിലുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ്. അതിനിടെ കവി ജയദേവനും സുധീഷും ആരോപിതനായതോടെ സാഹിത്യ മീറ്റു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇതിന്റെ ആഘോഷിക്കുകയും ചെയ്തു. മാങ്കൂട്ടത്തിനെതിരെയും ആരോപണമുണ്ട്. KPCCയുടെ സാംസ്കാരിക സംഘടനയായ സംസ്കാര സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് MA ഷഹനാസ്. യൂത്ത് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സാംസ്കാരിക സാഹിത്യ വിഭാഗം ചെയർപേഴ്സണായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷഹനാസ് അടുത്തിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. രാഹുൽ തനിക്ക് മോശമായ രീതിയിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്നും അതിന് തെളിവുകൾ ഉണ്ടെന്നും അവർ അവകാശപ്പെട്ടു. ഇതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്കെതിരെ 10 കോടി രൂപയുടെ മാനനഷ്ട കേസിനാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. ഈ തുക ഉപയോഗിച്ച് വീടില്ലാത്ത 100 പേർക്ക് വീട് വെച്ച് നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് 2025 ഡിസംബറിൽ ഷഹനാസിനെ സംസ്കാര സാഹിത്യ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് നീക്കം ചെയ്തതായും വാർത്തകൾ വന്നിരുന്നു. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതിനെ തുടർന്ന് താൻ മുൻപേ പാർട്ടി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അത് അവഗണിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് ഷഹനാസ് പറഞ്ഞത്. MA ഷഹനാസിനെതിരെ മറ്റു ഗൗരവതരമായ ആരോപണങ്ങൾ കൂടി ഉയർന്നിട്ടുണ്ട്. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കെ തനിക്ക് IAS ലഭിച്ചുവെന്ന് വിശ്വസിപ്പിച്ച് കോളേജ് അധികൃതരെ കൊണ്ട് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നാണ് പ്രധാന ആരോപണം. ഈ നേട്ടത്തിന്റെ പേരിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചതായും സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ട്. വ്യാജരേഖകൾ ചമയ്ക്കൽ, വ്യാജ സർട്ടിഫിക്കറ്റ് ഐഡന്റിറ്റി കാർഡുകൾ നിർമ്മിക്കൽ, IAS ലഭിച്ചുവെന്ന് പറഞ്ഞ് കോളേജിനെ കബളിപ്പിക്കൽ എന്നീ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ നിയാസ് മലബാരി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പാസ്പോർട്ടിലും ഡ്രൈവിംഗ് ലൈസൻസിലും ഗൂഗിൾ പേയിലും വ്യത്യസ്ത പേരുകൾ, അതായത് ഷഹനാസ്, പ്രിയ, സജീഷ് എന്നിങ്ങനെ ഉപയോഗിക്കാവുന്നതായും ഇതുവഴി വാഹനത്തിന്റെ ഷഹനാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ട് എന്നും പരാതിയിൽ ആരോപിക്കുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ എല്ലാ തിരിച്ചറിയൽ രേഖകളും നിയമപരമാണെന്നും ഷഹനാസ് പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിനുള്ള പ്രതികാരമായാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് എന്നാണ് അവരുടെ പക്ഷം. പക്ഷേ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുകയില്ലല്ലോ. കോടതിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു കേസ് എങ്ങനെ വന്നു ഇത്താ?